ഇപ്പൊ പുതിയ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ മെറ്റീരിയൽ നമ്മുടെ എക്സാമിനേഷൻ ആപ്റ്റ് ആണോ എന്നുള്ളത് കുട്ടികൾ ചിന്തിക്കണമെന്നില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മേ ബി സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഫ്രം ഔട്ട് ഓഫ് സിലബസ്. അത് ചിലപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അയ്യോ ഈ സാധനം ഞാൻ കണ്ടില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടോ എന്നുള്ളത് ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ടുള്ള ഒരു പാനിക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ഇനി ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു മൊമെന്റ് ആയതുകൊണ്ട് പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത്. പഠിച്ചതിനെ നമ്മൾ എത്രമാത്രം പോളിഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം. എക്സാമിനേഷന്റെ നമ്മള് ഇപ്പം 9 to 12 ആണ് മോർണിംഗ് ഷിഫ്റ്റ് വരിക, സെക്കൻഡ് ഷിഫ്റ്റ് 3 to 6 ആണ്. സോ ആ സമയങ്ങളിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ വളരെ അറ്റന്റീവ് ആയിട്ട് 3 hours ഓൺ എ സ്ട്രെച്ച് പഠിക്കാം. കുട്ടികൾ ഓവർ തിങ്ക് ചെയ്ത് മനസ്സമാധാനം കളയരുത്. അത് മാത്രമേ മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി മോട്ടിവേഷൻ വീഡിയോ കേൾക്കാൻ വേണ്ടി പോയി അതിന് വീണ്ടും അപ്പൊ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് കുറച്ചുകൂടെ എളുപ്പം. എനിക്കൊന്നും കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയാൽ തന്നെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കും. അതെ മിസ്സേ, രാവിലെ തന്നെ നല്ല തണുപ്പാണ് അല്ലെ? തണുപ്പ് കാരണം കോൾഡ് ഒക്കെ പിടിച്ചിട്ട് ഒരുമാതിരി ആയിട്ടുണ്ട്. ശരിക്കും ഡിസംബറിൽ രാവിലെ തന്നെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഒരുപാട് കാര്യങ്ങളാണ് ഡിസംബറിൽ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് ആഘോഷങ്ങള്, ആൾക്കാര് ഡിസംബർ ന്യൂ ഇയർ വരവേക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ അതേസമയം എക്സൈറ്റഡ് ആവാത്ത ഒരു കൂട്ടർ കൂടി നമ്മുടെ ഉണ്ട്. നമ്മൾ അവരെ മറന്നു പോകരുത്. അതെ, നമ്മുടെ മക്കളല്ലേ, അവര് ജെഇ മെയിൻ എന്ന് പറഞ്ഞൊരു എക്സാമിന് വേണ്ടിയിട്ട് കുറെ നാളുകളായുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ സെലിബ്രേഷൻ ഒന്നും കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമാണ് ഉണ്ടാവുന്നത്. എനിക്ക് ഡിസംബർ മാസമായി 6-ാം തീയതി ആകുമ്പോൾ തന്നെ ജെഇ അഡ്വാൻസ്ഡ് എക്സാമിനേഷന്റെ ഡേറ്റ് വന്നു. മെയ് 17 ജെഇ അഡ്വാൻസ്ഡ് നടക്കും. അപ്പൊ തന്നെ അവരുടെ നെഞ്ചൊന്ന് ഇടിക്കുകയാണ്. അയ്യോ ഇനി സമയമില്ല, ഭയങ്കര കുറവാണ്. ശരിക്കും പലരും ഈ IIT ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര, ജെഇ മെയിൻ എഴുതി ജെഇ അഡ്വാൻസ് ഒക്കെ എഴുതി IITയിലേക്ക് എത്താൻ വേണ്ടി അവര് പ്ലാൻ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എത്രയോ പെട്ടെന്ന് ഈ കാലം കടന്നുപോയി. അല്ലെങ്കിൽ ഇതാ എക്സാമിനേഷൻ, ഫസ്റ്റ് ഫേസിന്റെ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ് നടക്കാൻ പോവാണ്. ജനുവരിയിൽ നമ്മുടെ ഫസ്റ്റ് ഫേസിന്റെ എക്സാമിനേഷൻ നടക്കും. അപ്പൊ എന്തൊക്കെയായിരിക്കും കുട്ടികളുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലേ? അതെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഒരു അവര് പല കുട്ടികളും പല രീതിയിലായിരിക്കും. അതായത് ചില കുട്ടികൾ പാനിക് ആയിരിക്കാം, ചിലര് അവർ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലർ ഇനി എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തു, സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, എന്നാലും ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണ് ശരിക്കും മക്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ഈ ബാക്ക്ലോഗ്സ് ഉണ്ടാവുന്നതിനെ, പഠിച്ചത് മറന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഞാൻ ഇനി പരീക്ഷ എഴുതി കൂടുതൽ ഫോക്കസ് ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെയും തിയറി റിവൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സാറ് പറഞ്ഞ പോലെ ഭയങ്കര ഓവർ തിങ്കിങ് ഇട്ടുള്ള ഒരു സിറ്റുവേഷനിലും കൂടി കടന്നു പോയിരിക്കും. ശരിക്കും അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ടീച്ചേഴ്സ് എന്ന രീതിയിൽ, ബിക്കോസ് വി ആർ ഓൺലി ഹിയർ ടു ഗൈഡ് ദം, അവരെപ്പോഴും ടീച്ചേഴ്സിന്റെ സജഷൻസിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളായിരിക്കും. നമുക്ക് അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താ ആക്ച്വലി ഇപ്പം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഐ മീൻ സാറിന്റെ തോട്ട് സാറെന്ന് പറയും, ഞാൻ എന്റെ ഒരു തോട്ട് കൂടി ഷെയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മെസ്സേജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കൺസേൺസ് മാത്രം നമുക്ക് കാണാറുള്ളത് ടെൻഷനാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ ആൻസറുകളൊക്കെ പറയുന്നുണ്ട്, എക്സാമുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ടെൻഷനാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു മൊമെന്റ് ആയതുകൊണ്ട് പുതിയതായിട്ട് പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത്. പഠിച്ചതിനെ നമ്മൾ എത്രമാത്രം പോളിഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം തോന്നുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിനകത്ത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകൾ അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററുകൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ചാപ്റ്ററുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കുക എന്നുള്ളത്. സെയിം സാധനമാണ് ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയാറുള്ളത്. എന്ന് വെച്ചാൽ എനിക്കിനി പണ്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നും ഓർമ്മയില്ല, ഞാനിനി എന്താ ചെയ്യാന്നൊക്കെ ഉള്ളവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ജസ്റ്റ് ഒരു 1 ക്വിക്ക് റിവിഷൻസ് ആദ്യം ചെയ്യുക. അങ്ങനെ റിവിഷൻ ജസ്റ്റ് നോക്കി, ആ റിവിഷൻ ചെയ്യാനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇപ്പൊ മെറ്റീരിയൽസും ഷോർട്ട് നോട്ട്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നേരെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും. അത് മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മള് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽസ് കാണും. അപ്പൊ ചില കുട്ടികൾ ഇനിയിപ്പോ ഫ്രണ്ട്സ് ആയാലും ചിലർ സജസ്റ്റ് ചെയ്യും ഈ ബുക്ക് പഠിച്ചാൽ പോരാ, മറ്റൊരു ബുക്ക് പഠിക്കുക, അതിനകത്ത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ബുക്ക് വാങ്ങിക്കും. ആ ബുക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് കാണും. അപ്പൊ അത് ചെയ്യാൻ പറ്റാത്തതിന്റെ ടെൻഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഉള്ള മെറ്റീരിയൽസ് നല്ലപോലെ തന്നെ ഒന്നും കൂടി വന്ന് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുകയും നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലെ പുതിയ കാര്യങ്ങൾ തേടി പോകാനുള്ള സമയം. ഐ കംപ്ലീറ്റ്ലി അഗ്രി. കാരണം ഇപ്പൊ പുതിയ മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ മെറ്റീരിയൽ നമ്മുടെ എക്സാമിനേഷൻ ആപ്റ്റ് ആണോ എന്നുള്ളത് കുട്ടികൾ ചിന്തിക്കണമെന്നില്ല. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മേ ബി സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഫ്രം ഔട്ട് ഓഫ് സിലബസ്. അത് ചിലപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അയ്യോ ഈ സാധനം ഞാൻ കണ്ടില്ലല്ലോ, ഇതൊക്കെ നമ്മുടെ എക്സാമിനേഷൻ ഉണ്ടോ എന്നുള്ളത് ലാസ്റ്റ് മൊമെന്റ് ആയതുകൊണ്ടുള്ള ഒരു പാനിക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ
നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് അത് തന്നെയാണ്. എന്താണ് മെറ്റീരിയൽ ഉള്ളത്, ആ മെറ്റീരിയൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമാണ് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ടാവുക. പിന്നെ ഞാൻ പറയാൻ വന്നത് അതെ. ഇപ്പൊ കൺസേൺസ് ഇങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു കുട്ടികൾ പറഞ്ഞ എന്തൊക്കെയാണ്. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള കൺസേൺ ആണ് മോക്ക് എക്സാമിന് മാർക്ക് തീരെ കുറയുന്നു എന്നുള്ളത്. അപ്പൊ മോക്ക് എക്സാമിന്റെ മാർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളുണ്ട്. പിന്നെ പേരൻസ് മാർക്ക് എന്തേ കുറഞ്ഞു എന്നുള്ള അവരുടെ ഒരു ചോദ്യത്തിന് ഫേസ് ചെയ്യുന്ന ഒരു ടെൻഷനും കൂടെ ഉണ്ട് അവർക്ക്. പാരന്റ്സിന്റെ കൺസേൺസ് വളരെ അതെ പ്രധാനപ്പെട്ട തന്നെയാണ്. കുട്ടികൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നല്ല മാർക്ക് വാങ്ങിയിട്ട് തന്നെ പാരന്റ്സിന്റെ മുമ്പിൽ പോകണം എന്നൊക്കെയാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തില് പാരന്റ്സിന്റെ അടുത്ത് നമുക്ക് ചില കാര്യങ്ങൾ കൂടി എനിക്കൊന്ന് നമ്മളൊന്ന് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കാരണം ലാസ്റ്റ് ഒരു മാസം വളരെ ക്രൂഷ്യലാണ്. നമ്മുടെ കുട്ടികൾ ഇഷ്ടം പോലെ പരീക്ഷകൾ എഴുതും, അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ഈ സമയത്ത് മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് ആസ് ടീച്ചേഴ്സ് നമ്മൾ എന്തായാലും ചെയ്യും. നമ്മളുടെ ഒരു കരിയർ ജേർണി എടുത്താൽ തന്നെ നമുക്കും അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവാറുള്ളതാണ് അല്ലെ. നമ്മൾ അതിൽ തോറ്റു പോകുക എന്നുള്ളതല്ല, വീണെടുത്ത് എണീക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് പാരന്റ്സ്, എനിക്കൊന്ന് പാരന്റ്സ് ഇപ്പൊ എല്ലാവരും വളരെ സപ്പോർട്ടിങ് കൂടി ആണ്. അപ്പൊ ഈ ലാസ്റ്റ് മന്തിൽ നമ്മൾ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞ് അവരുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് കുട്ടികളെയും കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു യാത്രയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് റിവിഷൻ എന്നൊരു കാര്യം ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികള് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ചാപ്റ്റേഴ്സ്, പക്ഷെ അവർ മറന്നുപോയി. ഇപ്പം നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റേഴ്സ് ഒക്കെ അവർ എത്ര വെല്ലായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞാലും ലാസ്റ്റ് മൊബൈലിലേക്ക് എത്തുമ്പോൾ എന്തായാലും അതിനകത്ത് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറന്നു പോകും. അപ്പൊ ഈ സാധനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആക്കി എടുക്കുക. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോർമുല ബുക്കുകൾ ഉണ്ടാക്കണം, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കണം. അപ്പൊ അതൊക്കെ റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ശരിക്കും പറഞ്ഞത്. അത് മാത്രമല്ല നമ്മുടെ LMR ഇപ്പൊ അതെ. അപ്പൊ ഈ റിവിഷനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ LMR ഇപ്പൊ നമ്മൾ 18 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാനും അത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൂടെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. റിവിഷൻ എന്ന് പറയുന്ന സമയത്തും ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ആദ്യത്തെ ലൈന് തൊട്ട് ലാസ്റ്റ് വരെ നോക്കുന്നതല്ല റിവിഷൻ എന്നുള്ളത്. കുട്ടികൾക്ക് എപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണ, അയ്യോ എനിക്ക് ഇനി സമയമില്ല, പക്ഷെ എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് നോക്കാനുണ്ട്, ഞാൻ ഇത് പഠിച്ചതാണ്. റിവൈസ് ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ് പേജസ് ഇഫ് യു ആർ റീഡിംഗ് NCERT യു കാൻ കവർ ഇറ്റ്. അത് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ടെൻഷൻ ആയിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയല്ല അല്ലെ, ഏറ്റവും നല്ലത് ഏറ്റവും ഷോർട്ട് ആയിട്ട് തന്നെ അതിനെ റിവൈസ് ചെയ്തിട്ട് വേഗത്തിൽ ക്വസ്റ്റ്യൻസിലൂടെ പോവാം. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഇപ്പൊ PYQs ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു ചാപ്റ്റർ നോക്കിയാൽ തന്നെ അതിലൊരു 10, 200, 300, 400, 500 ചോദ്യങ്ങൾ ഉണ്ടാവും. അത്രമാത്രം പരീക്ഷകൾ JEE കേസിൽ നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രീവിയസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഒരു 5 to 10 years അതിന്റെ ഗ്യാപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരു ലേറ്റസ്റ്റ് പാറ്റേൺ ആണ് അല്ലെ. നമ്മൾ പഴയ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫ്രെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ മാറ്റി അവര് ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെയായിരിക്കും, പക്ഷെ അവർ ഫ്രെയിം ചെയ്തിരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ തന്നെ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. സെൽഫായിട്ട് കുറച്ച് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് തന്നെ ടൈമർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഒരു ചാപ്റ്റർ പഠിക്കുന്നു, ആ ചാപ്റ്ററിനകത്ത് ഇപ്പം എക്സാമ്പിൾ ഞാനൊന്ന് പറയാണ്. ഇപ്പൊ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നതാണ് അതിനകത്ത് ടോട്ടൽ പ്രോബബിലിറ്റി തിയറം, ബേസ് തിയറം, അല്ലെങ്കിൽ റാൻഡം വേരിയബിളിന്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കേസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരു കുട്ടിക്ക് ആ ചാപ്റ്ററിനകത്ത് ആ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിനകത്ത് ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും അതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് എല്ലാ വർഷവും നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ സെലക്ട് ചെയ്തിട്ട്, അതായത് ടോപ്പിക്കൽ സെലക്ട് ചെയ്തിട്ട് പാറ്റേണിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു ടൈമർ വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് പോലും കൂടെ എഴുതി ശീലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് എപ്പോഴും കുട്ടികൾ ഇങ്ങനെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാതെ സെൽഫ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഈ പറയുന്ന പോലെ അതൊരു 3 hours മോക്ക് എക്സാം ആവണമെന്നില്ല. മേ ബി നമ്മളൊരു ചാപ്റ്റർ സെറ്റ് ചെയ്തിട്ട് ടൈം വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ബേർഡൻ തോന്നത്തില്ല, അല്ലെങ്കിൽ ഒരു ഹെക്ടിക് ടാസ്ക് നമ്മൾ ചെയ്യാന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാതെ അത് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിയുന്നവര് കുട്ടികൾ അങ്ങനെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന്റെ ഒരു മോക്ക് ടെസ്റ്റ് മെല്ലെ മെല്ലെ ചെയ്യുന്നതും ഭയങ്കര ഗുണം ചെയ്യുന്നുള്ളതാണ്. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ഈ നമ്മളിപ്പം എക്സാമിനേഷൻ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ ഇനി ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുക എക്സാമിനേഷൻ ഹാളിൽ എത്തിക്കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എക്സാമിനേഷൻ ഹാളിലുള്ളതുമായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ആ സമയത്ത് ഉറക്കം ചിലപ്പോൾ വരാൻ നമുക്ക് നമ്മുടെ JEE എക്സാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്, ചിലപ്പോൾ രാവിലെ ആയിരിക്കാം. അപ്പൊ ഉച്ചയ്ക്ക് എക്സാം എഴുതാൻ കംഫർട്ടബിൾ ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ രാവിലെ ആയിരിക്കും കിട്ടുന്നത്. ഒരു കുട്ടി കഴിഞ്ഞ വർഷം ഷെയർ ചെയ്തത് കീം എക്സാമിനേഷൻ സിമിലർ ടു JEE, അത് CBT ആണല്ലോ. അപ്പൊ അവിടെ ചെന്ന് AC ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളത്. അപ്പോ ദ സിറ്റുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികൾ അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എക്സാമിനേഷന്റെ നമ്മൾ ഇപ്പം 9 to 12 ആണ് മോർണിംഗ് ഷിഫ്റ്റ് വരിക.
സെക്കൻഡ് ഷിഫ്റ്റ് 3 to 6 ആണ്. സോ ആ സമയങ്ങളിൽ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. നമ്മൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് 3 hours ഓൺ എ സ്ട്രെച്ച് പഠിക്കാം. ഞാൻ പറയുന്നു അതൊരു 4 മണിക്കൂർ വരെ ഇരുന്ന് ശീലിക്കണം. കാരണം 3 മണിക്കൂർ അല്ലല്ലോ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുക. നേരത്തെ തന്നെ നമ്മൾ എത്തേണ്ടി വരും. റിപ്പോർട്ടിംഗ് ടൈം വളരെ നേരത്തെ ആയിരിക്കും. അപ്പൊ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ശീലിക്കുക എന്നുള്ളത് പ്രധാനം. അതിന്റെ കൂടെ തന്നെ നമ്മള് ഫുഡ് ഹാബിറ്റും കൂടെ ഒന്ന് ശരിയാക്കണം. കാരണം നമ്മളെ ടൈമിംഗ് അനുസരിച്ച് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പൊ തന്നെ ഒന്ന് മാനേജ് ചെയ്താൽ രാവിലെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു 7:30 ബിക്കോസ് 9 മണിക്ക് നമുക്ക് എക്സാമിനേഷൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ 8 മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യും. പല സെന്ററുകളിൽ 7:30 ഒക്കെ റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ എന്തായാലും ഒരു 7 to 7:30 ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലെ, അങ്ങനെ ശീലിക്കുക. എന്നിട്ട് 12 o'clock ശേഷമാണ് അടുത്തത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഇവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കാം. കാരണം ഇപ്പൊ പ്രൊഡക്റ്റീവ് ആവേണ്ട സമയമാണ്. പക്ഷെ ആ ഫുഡ് ഹാബിറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വിശന്ന് ഇങ്ങനെ ചിലവർക്ക് വിശന്നും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതൊക്കെ ആയി കഴിഞ്ഞാൽ തലവേദന വരും. മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ തല ചുറ്റി വീഴുന്നവര് വരെയുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം ടെൻഷൻ കയറുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഒരു ചുറ്റലൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കാരണം നമ്മുടെ ലൈഫിലെ നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് ഒരു ഇപ്പൊ എത്ര ഒരു വർഷത്തെ ജേർണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ +2 കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് വീടിന്റെ ആ ഒരു കംഫർട്ട് സോൺ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി, പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ റിസൾട്ടിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ ആ ഒരു ദിവസം എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യം തന്നെ അല്ലെ. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കാര്യം നമ്മളിപ്പം ഒന്നുകിൽ +2 കൂടെ ബോർഡ് എക്സാമിനേഷന് കൂടെ എഴുതുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. എന്ത് രീതിയാണെങ്കിലും നമ്മളെല്ലാവരും അതിനുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലാസ്റ്റ് 1 month പ്ലാൻ ചെയ്യണം. അതെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിപ്പോ ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമുക്കറിയാം ജെയ്ക്ക് 2 ഫേസ് നമ്മുടെ കയ്യിലുണ്ട്. വേറൊരു എക്സാമിനും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നു. അപ്പൊ ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കണ്ടത് എഴുതിയാൽ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫേസിന് വേണ്ടി അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള പെർഫോമൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫേസ് വളരെ ഉഴപ്പി എഴുതാം എന്നുള്ളതായിരിക്കും മിക്ക കുട്ടികളെ ചിന്തിക്കുന്നത് അല്ലെ. ആ ഒരു തോട്ട് മാറ്റണം എന്ന് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ചിലർ ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഫേസ് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഏപ്രിൽ ഫേസ് സെറ്റ് ആക്കിയാൽ ട്രയൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ട്രയലിന് വേണ്ടി കൊടുക്കാതെ ഇത് മാക്സിമം എഫേർട്ട് കൊടുത്താൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പേഴ്സണൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു NITയോ IIT ലെവലിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു പേഴ്സണൽ നമ്മുടെ കയ്യിൽ സെക്യൂർ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഫേസ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റും. ചിലപ്പോൾ അതിനേക്കാളും പേഴ്സണൽ കിട്ടാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കുട്ടികളെല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവരിങ്ങനെ സെക്കൻഡ് ഫേസിൽ നമുക്ക് നന്നായിട്ട് നോക്കാം, ഫസ്റ്റ് ഫേസിൽ എല്ലാം കറക്കി കുത്താന്ന് വിചാരിക്കും കുട്ടികളെ. അങ്ങനെ കറക്കി കുത്തുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരു നെഗറ്റീവ് പോലും നമ്മുടെ പെർസെന്റേജിൽ അതിഭീകരമായി കുറക്കും. മാത്സിലൊക്കെ കഴിഞ്ഞ വർഷത്തെ സിനാരിയോ അങ്ങനെയായിരുന്നു. മാത്സിൽ ഒന്നും അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾക്ക് 40% അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആയ കുട്ടികൾക്ക് 18% ഒക്കെ ആയിട്ട് കുത്തനെ താഴെയാണ്. അത് നെഗറ്റീവ് മാർക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും വിചാരിക്കും നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ സ്ക്രീനിൽ ചിലപ്പോൾ പച്ച കത്തി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. ഈ കുട്ടി എല്ലാം ചെയ്തിട്ടുണ്ടോ, ഞാൻ അങ്ങനെ പാടെ 5 എണ്ണം ചെയ്തിട്ടുള്ളല്ലോ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ ഒരു ടെൻഡൻസി വരുന്നത്, നമുക്കൊന്ന് കറക്കി കുത്താൻ ഒരു ഫീല് വരും. കറക്കി കുത്തല് ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് മുഴുവൻ ശരിയായിരിക്കാം. മേ ബി കറക്കി കുത്തല് നമ്മൾ ഓരോ ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ കിട്ടിയ മാർക്ക് കംപ്ലീറ്റ്ലി നമുക്ക് പോവാണ്. പിന്നെ ഇതൊരു പെർസെന്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ്റെ ഒരു പ്രൊസീജിയർ വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആവണം എന്നില്ല ചിലപ്പോൾ ഇത് വരുന്നത്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് കുറയ്ക്കാൻ മാക്സിമം നിങ്ങൾക്ക് അതെ നമ്മൾ എന്താണോ നമുക്ക് എന്താണോ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ അതെ തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് ക്ലാസ്സിലെ കോമ്പറ്റീഷൻ നമ്മളോട് തന്നെ ആയിരിക്കണം. നമ്മൾ മറ്റു കുട്ടികളെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്താണ് അല്ലെ ഡൗൺ ആവുന്നത്. ഇപ്പൊ എക്സാമിനേഷൻ ഹാളിൽ പല കുട്ടികൾക്ക് ആങ്സൈറ്റി വരുന്നത് തന്നെ വേറൊരാളെ കാണുമ്പോൾ ഹി സീംസ് വെരി കോൺഫിഡന്റ്, അയ്യോ ഞാൻ അതൊന്നും പഠിച്ചില്ല. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേയുള്ള ഡിസ്കഷൻ, നിങ്ങൾ എവിടെ പഠിച്ചത്, നീ എവിടെ പഠിച്ചത്, എന്തൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ കുട്ടി പറയും ഞാൻ ഇത് പഠിച്ചു, ഈ ഗൈഡ് റെഫർ ചെയ്തു, അതിനകത്ത് കൂടുതൽ ചോദ്യമുണ്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ അങ്ങനത്തെ ആ ഒരു ടോക്കൊക്കെ ഒഴിവാക്കിയിട്ട് കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോയി എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടാനുള്ളത് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതെനിക്ക് കിട്ടുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ശരിക്കും കാമായിട്ട് എഴുതുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. നോർമലി +2 റിപ്പീറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ +2 കാർ പൊതുവെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നത് അവരുടെ മനസ്സിലൊക്കെ ലെറ്റ് us give it a try, കിട്ടിയാൽ നല്ലതല്ലേ എന്നൊക്കെയുള്ളത് മെജോറിറ്റിയുടെ കേസിൽ. അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല, പക്ഷെ എന്നാലും നമ്മളെപ്പോഴും കാമായിട്ട് ചെയ്താൽ തന്നെ നല്ല പെർസെന്റേജിലേക്ക് വരും. ഈ ടെൻഷൻ
ആങ്സൈറ്റി കിൽസ് ദി എക്സാം. ഇപ്പൊ ഈ സമയത്ത് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പോലും അതിനകത്ത് ചില ഒരു വേർഡ് പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആ വേർഡിനകത്തായിരിക്കും ക്വസ്റ്റിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നത്. ചില സമയത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ആയിരിക്കും, നമ്മളത് ട്രൂ ആണെന്ന് വായിച്ച് ആദ്യത്തെ തന്നെ ട്രൂ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർ ഓപ്ഷൻ ആദ്യം തന്നെ ട്രൂ ഉള്ള ഓപ്ഷൻ ആയിരിക്കും ഇട്ടിരിക്കുന്നതും, കിട്ടുന്ന അത് തന്നെ മാർക്ക് ചെയ്ത് പോയി. അപ്പൊ വളരെ ട്രിക്കി ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവതരിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ ടൈം മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പിന്നെ എക്സാം എഴുതുന്നതിനും നമുക്കൊരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്ത് എടുക്കണം. കാരണം അത് എക്സാം ഹോളിൽ എത്തിയിട്ട് ഞാനത് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കാതെ ഇപ്പൊ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കൊരു ചോദ്യം ഒരു 4 മിനിറ്റ് കൂടുതലൊക്കെ ഒരു ക്വസ്റ്റിന് മാത്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ക്വസ്റ്റൻ ഒക്കെ 4 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും ക്വസ്റ്റ്യൻ വായിച്ചെടുത്തിട്ട് മനസ്സിലാക്കി. അപ്പൊ അത്രയും അല്ലെ 3 മിനിറ്റ് അല്ലെ 4 മിനിറ്റ് കൂടുതൽ ഒരു ചോദ്യത്തിന് എടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യം അതിനേക്കാൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റിലേക്ക് എത്താൻ പറ്റുന്നത് ചെയ്തിട്ട് തിരിച്ചിതിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ എക്സാമിനേഷനിൽ ഏതൊക്കെ ചെയ്യാം എന്നതിനേക്കാൾ ഉപരി ഏതൊക്കെ ചെയ്യരുത് എന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ. അപ്പൊ നമ്മൾ കീബ് എക്സാമിന് പറയുവാണെങ്കിൽ കീബ് എക്സാമിന് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം. പക്ഷെ ഇതിന് അങ്ങനെയല്ല, ഇതൊരു ലോ സ്കോറിംഗ് എക്സാം ആയതുകൊണ്ട് തന്നെ സെലക്ഷൻ ഓഫ് ക്വസ്റ്റൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതെ, അതേപോലെ ഇപ്പൊ മാത്സിന്റെ കാര്യം സാറ് പറഞ്ഞു. ഇപ്പൊ കെമിസ്ട്രിയിലേക്ക്, ഞാൻ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് പറയാം, കെമിസ്ട്രിയിലേക്ക് വരുമ്പോ ചോദ്യങ്ങളൊന്നും നമുക്ക് 2-3 മിനിറ്റ് ഒന്നും എടുക്കുന്ന ചോദ്യങ്ങളല്ല. There are so many questions from organic and inorganic where you can directly give the answers. So options confusing ആയിരിക്കും. ചിലതിൽ ഓപ്ഷൻസ് അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ റീഡിങ് ചെയ്യുമ്പോൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ടൈം സേവ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയില്ല. അപ്പോ ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്നു, ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ഉണ്ടാവും. എപ്പോഴും കെമിസ്ട്രി ആദ്യമൊക്കെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒക്കെ ചിലപ്പോൾ കോൺഫിഡൻസ് വരും. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിക്സ് മാത്സിലൊക്കെ പോവാം. പക്ഷെ മാത്സിന് സമയം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കെമിസ്ട്രി കുറച്ചുകൂടെ കുട്ടികൾക്ക് എല്ലാം എളുപ്പം അത് പറയാറ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പൊ എനിക്കത് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ കെമിസ്ട്രി തന്നെ ആദ്യം ചെയ്ത് അങ്ങനല്ലേ അത് ചെയ്തായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആകെ ഒരു 3 hours എക്സാമിനേഷൻ മാത്രമാണുള്ളത്. കറക്റ്റ് പ്ലാൻ ചെയ്ത് ഇപ്പൊ ഫുൾ മോക്ക് ചെയ്യുമ്പോഴും കുട്ടികൾ ഇപ്പൊ തന്നെ എത്ര സമയം കൊണ്ട് കെമിസ്ട്രി ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് 1:1:1 എന്ന് അവർ ഒരുപക്ഷെ മാത്സിലേക്ക് 1 മണിക്കൂർ മാത്രം കൊടുത്താൽ ചെയ്ത് തീർക്കാൻ സാധിക്കണമെന്നില്ല. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ടൈം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന. ഈ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് എപ്പോഴും നമ്മുടെ സാറുമാര് പറയുന്നതും റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ 20 മിനിറ്റ്സ് കൊണ്ട് കെമിസ്ട്രി ചെയ്യും, അടുത്ത 40 മിനിറ്റ്സ് കൊണ്ട് ഫിസിക്സ് ചെയ്ത് ബാക്കി 1.5 hours ആണ് മാത്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ വിച്ച് മീൻസ് മാത്സ് ഇസ് ലെങ്തി. അത് നമ്മൾ റിയലൈസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതില് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ആദ്യം ചെയ്യണം. അല്ലെ, എനിക്ക് തോന്നുന്നു നമ്മള് ചാപ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും ഓരോ കംഫർട്ടബിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മാത്സിൽ ചില ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് വേണേൽ അതുകൂടെ ഒന്നും പറയാം അല്ലെ. കാരണം കുട്ടിക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇപ്പൊ മാത്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 3 dimensional ജോമെട്രി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് എന്നൊരു ക്വസ്റ്റ്യൻ NCERT-യിലെ അതേ ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്തിട്ട് കുട്ടി പോയാൽ കുട്ടിക്ക് നഷ്ടമാണ്. അതുപോലെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്രോബബിലിറ്റി, വെക്ടർ ഓൾജിബ്ര, സീക്വൻസ് ആൻഡ് സീരീസ്, ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കുവാണെങ്കിൽ ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു ചോദ്യം മെട്രിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന ചാപ്റ്റർ, ഇതിനകത്തൊക്കെ നമുക്ക് സ്കോർ അപ്പൊ തന്നെ നമ്മൾ ഒരു 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കൊരു 20 മാർക്ക് അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് സേഫ് ആയിട്ട് കിട്ടും. ആ മാർക്കിങ്ങിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. നമ്മളെപ്പോഴും പോയിട്ട് മാക്സിമം ചെയ്യാവുന്നതല്ല. ഞാനിപ്പം ഫിസിക്സിൽ നിന്ന് ഞാനൊരു 80-90 മാർക്സ് സ്കോർ ചെയ്തെടുക്കും. അതേ കെമിസ്ട്രിയിൽ എനിക്കൊരു 90 എന്തായാലും കിട്ടും, അല്ലെ 100. കെമിസ്ട്രി ശരിക്കും ഫുൾ സ്കോർ ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ഈസി ആയിട്ട് PYQs ചെയ്താൽ തന്നെ അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. എനിവേ ഇപ്പൊ ഫിസിക്സിലും കെമിസ്ട്രിയിലും കൂടി ഒരു 150+ മാർക്സ് കിട്ടിയാൽ തന്നെ കുറെ സേഫ് ആയി, നമുക്ക് NIT സീറ്റ് ഗ്യാരണ്ടീഡ് ആയി എന്ന് പറയാം. പിന്നെയുള്ള മാത്സിൽ ചെയ്യുന്ന അത്രയും ആ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻസ് ആക്യുറേറ്റും കൂടി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പേഴ്സണിലേക്ക് നമുക്ക് എത്താനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാവരും അവരുടെ ഇപ്പം ഏത് സബ്ജക്ട് ആണോ സ്ട്രോങ് അതിൽ മാക്സിമം സ്കോർ ചെയ്യുക. വളരെ വീക്കായിട്ട് സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്ട്രാറ്റജിക്കലായിട്ട് ഡീൽ ചെയ്യണം. നമുക്ക് പറ്റാത്ത ചാപ്റ്ററുകളിൽ തൂങ്ങിക്കിടക്കാതെ നമുക്ക് കംഫർട്ട് ആവുന്ന ചാപ്റ്റേഴ്സും കൂടുതൽ റിട്ടേൺ തരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ നിങ്ങൾ പഠിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരുപാട് ബാക്ക്ലോഗ് കൊണ്ട് തീർക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ലെവലിൽ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിപ്പം യൂട്യൂബിലാണ് നമ്മുടെ 60 days ക്രാഷ് എന്ന് പറഞ്ഞ് നമ്മള് ജസ്റ്റ് ഒരു 1 ഷോട്ട് പോലെ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നും പഠിച്ചില്ല എന്നുള്ള ടെൻഷനും വേണ്ട, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ കണ്ടോട്ടെ. അപ്പം അത് കണ്ടു എന്നൊരു തോന്നലും ആകും, അതിന്റെ ടെൻഷൻ കൊണ്ട് മറ്റേതിന് പ്രശ്നമില്ലാതെ വരികയും ചെയ്യാം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അതിനകത്ത് ഫോർമുലാസും കാര്യങ്ങളൊക്കെ വീണ്ടും സെറ്റ് ആക്കി എടുക്കുക. കാരണം അത് വീണ്ടും മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അല്ലെ. ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യണം, PYQs ചെയ്യണം, മോക്ക് എക്സാംസ് ചെയ്യണം.
ടൈം മാനേജ്മെന്റ് ആണ് ഇതിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. എനിക്കൊരു ചോദ്യം, അതായത് എന്നോട് ഒരു കുട്ടി ചോദിച്ചാണ്, എനിക്ക് ആ ചോദ്യത്തിന് അപ്പൊ എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും എന്നാ അടുത്ത ചാപ്റ്റർ പഠിക്കാം, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ബോറടിക്കുമ്പോൾ അടുത്ത ചാപ്റ്റർ. അപ്പൊ ഇങ്ങനെ ഒരു തോട്ടിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇത് വേറെ കുറെ ടീച്ചേഴ്സായി ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്കതിന് പറയാനുള്ളത്, ഒന്ന് വേർ യു ആർ സ്റ്റഡിങ് മേക്ക് ദി പ്ലേസ് വെരി ക്ലീൻ ആൻഡ് കംഫർട്ട്. ഞാനിപ്പോ പഠിക്കാനിരിക്കുന്ന ഈ ടേബിളിലാണെങ്കിൽ ഇവിടെ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സും വെച്ച് കഴിഞ്ഞാൽ മൈ ടെൻഡൻസി വിൽ ഓൾവേസ് ഷിഫ്റ്റ് ടു ദി അതർ സബ്ജക്ട്. അത് നോക്കണമെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് ഞാൻ ഫിസിക്സ് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനും മൂവ് അസൈഡ് ആൻഡ് സിറ്റ് വിത്ത് ഫിസിക്സ്. ഞാൻ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളത് മേക്ക് എ ടൈം ടേബിൾ. ഞാൻ എന്റെ കേസിൽ പേഴ്സണലി ടൈം ടേബിൾ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ലൈക്ക് ഇന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പൊ അത് ഒരു 1 ഡേ ഒരു 20, അതായത് നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ ആക്ടിവിറ്റി ഒരു ടൈം ടേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിന്തിക്കാൻ തോന്നില്ല. നേരെ മറിച്ച് ഞാൻ ഇന്നിപ്പോ ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിക്കുക, അതിനുശേഷം ഞാൻ പിന്നെ നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ മൈൻഡ് എപ്പോഴും പാർഷ്യലി ഞാൻ അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ കുറച്ചുകൂടി നല്ലത് യു പ്രീ പ്ലാൻ ഇറ്റ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ നാളെ രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റു 6 to 7 ഇത് ചെയ്തു ഉണ്ടാക്കി വെക്കണം. ഞാൻ എപ്പോഴും പറയാം, അതായത് ചെക്ക് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ലിസ്റ്റിനകത്ത് എപ്പോഴും എങ്ങനെ ചെയ്യാം, ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസും കിട്ടും, ഓക്കെ ഇത്രയും ഞാൻ ചെയ്തല്ലോ. അപ്പൊ ആ ടൈം ടേബിൾ ചെയ്ത് അത് കവർ ചെയ്യുമ്പോൾ ടിക്കറ്റ് പോയി കഴിയുമ്പോഴേക്ക് കോൺഫിഡന്റ് ആവും. എനിക്കൊന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഞാനിങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ ഈ ടു ഡു ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും നമുക്ക് കുറച്ചൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരാൻ തുടങ്ങി. അപ്പൊ അത് നമുക്ക് കവർ ചെയ്തതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടും. ഇനി അടുത്തത് എന്താണ്, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ. ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ടൈം ടേബിൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൈൻഡും പാക്ഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ there are always deviations. അത് എല്ലാവർക്കും ഉണ്ടാവും. കുട്ടികളൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനുള്ള കാരണം കുട്ടികൾക്ക് ആ മൊമെന്റിലുള്ള കാര്യം മാത്രമാണ് കുട്ടികൾ ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ അതിന് ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാൻ ഉണ്ടായാലേ നമുക്കത് നടക്കുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആകാം നമുക്ക്. ഒരു കുറച്ച് സമയം എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി, ഇപ്പൊ നിങ്ങൾ വരയ്ക്കുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ പാടുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരുണ്ടാകും. ഒരു 10 to 5 minutes ഒക്കെ ഉപയോഗിച്ച കുറച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ആകും അല്ലെ. അങ്ങനെയൊക്കെയുള്ള ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ പോയി വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. സ്ട്രെസ് റിലീഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർ ഓൾവേസ് ഗുഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികളൊന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തോ, ഒന്ന് വാമപ്പ് ഒക്കെ ചെയ്തോ, അല്ലെങ്കിൽ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ the impact will be very good. നമ്മൾ വളരെ പീസ്ഫുൾ ആയിരിക്കും, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. റൂമിലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പ്രകാശമൊക്കെ കയറുന്ന രീതിയിലുള്ള എയർ അല്ലെ സർക്കുലേഷൻ ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ ചെറിയ ഇതിലാണോ ജെയിമിന്റെ റിസൾട്ട് ഇരിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഇനി നിങ്ങളുടെ ജെഇ റിസൾട്ടും അനുകൂലമാവും എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ജെഇയിലെ ആക്ച്വലി 300 മാർക്കിൽ നടക്കുന്ന പരീക്ഷയിൽ ഒരു 150, 170, 180 മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സേഫ് സ്കോർ ആയിട്ട് മാറി. NIT-ലും IIIT-ലൊക്കെ ഒരു സീറ്റ് ഗ്യാരണ്ടി ചെയ്ത് എന്തുമാത്രം കോൺഫിഡന്റ് ആയി നമ്മുടെ കുട്ടികൾക്ക് സെക്കൻഡ് ഫേസും പ്രിപ്പയർ ചെയ്യാം. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ബോർഡ് എഴുതുന്നവരുണ്ടാവും, അഡ്വാൻസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല പിന്നെ കുറെ സീരീസ് ഓഫ് എക്സാംസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ. കീം വരുന്നുണ്ട്, പിന്നെ അങ്ങനെ കുറെ എക്സാം. അപ്പം നമുക്ക് ഈ ഒരു പഠിത്തം നമുക്ക് പലയിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നുള്ള ബിറ്റ്സാറ്റ് വരും, SRM വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടെ വരും. അപ്പൊ ഇത് ലാസ്റ്റ് അല്ല, അതാണ് തുടക്കം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ. മാക്സിമം എഫേർട്ടുകൾ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ ആ എഫേർട്ട് കൊടുക്കുന്നതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെയിലി പ്ലാൻ ഒക്കെ ഉണ്ടാക്കണം, വളരെ കാം ആയിരിക്കണം, നല്ല റിലാക്സ് ചെയ്തിട്ട് പഠിക്കാനിരിക്കണം. ചിലതൊക്കെ നമുക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. 100% സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആരും എക്സാമിനേഷൻ എഴുതുന്നില്ല. നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര പഠിച്ചാലും നമ്മൾ മനുഷ്യരാണ്, ഹ്യൂമന്റെ ടെൻഡൻസി അത് മറന്നു പോവാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം നേടിയെടുക്കാമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഞാൻ എന്തൊക്കെയാണോ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കുറച്ചുകൂടെ നല്ലപോലെ ബെറ്റർ ആക്കി ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ നല്ലൊരു ഇൻപുട്ട് കൊടുക്കുക, അതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടട്ടെ. നമ്മുടെ ഈ 75 ചോദ്യങ്ങൾ തന്നെ 75 ഒരു പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ അതിനനുസരിച്ച് ഈവൻ ഒരു 50-60 ചോദ്യം ചെയ്താൽ തന്നെ നമുക്ക് 240 മാർക്ക് എന്നുള്ളത് വലിയ മാർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു 50 അല്ലെങ്കിൽ 50 to 60 ക്വസ്റ്റ്യൻസ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സാമിനെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ മോക്ക് എക്സാമിന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മളെ ഈ സെക്ഷൻ ബിയിലെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും അത് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇതെനിക്ക് കിട്ടിയത് ശരിയാണോ എന്നുള്ളൊരു
പിന്നെ അത് ഇൻഡിവിജ്വലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. മാത്സിലൊക്കെ കുറച്ചുകൂടി ആക്യുറേറ്റ് നമ്പേഴ്സ് അല്ലേ അവിടെ വരിക? മിക്കതും അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ളതേ കിട്ടുള്ളൂ. കാരണം അത് ആ രീതിയിൽ ഇപ്പൊ ഫ്രാക്ഷൻസ് വരുന്നതാണെങ്കിൽ അവർ ഇപ്പൊ പി എന്ന് പറഞ്ഞൊരു വാല്യൂ കണ്ടുപിടിക്കുന്നു, അതിന് ഫ്രാക്ഷൻ വരുന്നതാണെങ്കിൽ ഒരു 26 × p ചെയ്യാൻ പറയാം. അപ്പൊ എന്തായാലും അവിടെ ആ ഫ്രാക്ഷൻ പോകുന്ന രീതിയിൽ ഒരു ഇന്റിജർ ആയിട്ട് കൂടി എളുപ്പമാണ്. കാരണം കെമിസ്ട്രി ഇനോർഗാനിക് എന്നൊക്കെ താഴെ കൊടുത്തിരിക്കുന്നതിൽ എത്ര പേര് വൈറ്റ് കളറാണ്, താഴെ കൊടുത്തിരിക്കുന്നത് എത്രയൊക്കെ ആൾക്കാർ പോളാറാന്ന് ചോദിച്ചാൽ ചുമ്മാ എണ്ണിയാ മതി. 1 2 3 4 5 6 അവിടെ ഒരു കാൽക്കുലേഷൻ പോലും വരുന്നില്ല. സെക്ഷൻ എയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മള് ഓപ്ഷൻസ് കിട്ടുമ്പോൾ കുറച്ച് കോൺഫിഡന്റ് ഒക്കെ ആവും. നമ്മൾ ഇനിയിപ്പോ നമ്മുടെ LMRP മൊഡ്യൂൾ ടെസ്റ്റുകൾ കുറെ വരുന്നുണ്ടല്ലോ, 10 മൊഡ്യൂളായിട്ട്. അപ്പം 10 മൊഡ്യൂളായിട്ട് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്നുണ്ട്. ഈ മൊഡ്യൂൾ ടെസ്റ്റ് എഴുതുമ്പോൾ കൂടുതലും സെക്ഷൻ ബി നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് അതുകൂടെ ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ഉള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഈവൻച്വലി സ്ട്രെസ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ട്രെസ്ഫുൾ ആവരുത് എന്നുള്ളത് പ്രധാനമാണ്. കാരണം ജീവിതം എന്ന് പറയുന്നത് പരീക്ഷ മാത്രമല്ലല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. എനിക്കും തോന്നുന്നത് നമ്മുടെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കാതെ നമ്മൾ ഇതിനൊരു ഇൻപുട്ട് കൊടുക്കാം, അത് കിട്ടിക്കോളും, നാച്ചുറലി വരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയി 2 ദിവസം കൊണ്ട് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് മസിൽ കിട്ടത്തില്ലല്ലോ. അത് ഗ്രാജുവൽ പ്രോസസ് ആണ്. അപ്പൊ റിസൾട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നമുക്കറിയാം, വന്നാൽ കിട്ടും. പക്ഷെ അതിന് നമ്മൾ പേഷ്യൻസോട് കൂടി കാത്തിരുന്നാൽ മാത്രമേ ഒരു പക്ഷേ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. ഇതും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു തോട്ട് മാറ്റിയിട്ട് ഇത് ഞാൻ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഇതിന് ഞാൻ നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ മുന്നോട്ട് പോവുക. മോക്ക് എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോഴും കുട്ടികൾ ഇപ്പൊ 3 hours എന്തായാലും മോക്ക് എക്സാമിനേഷൻ നമ്മൾ ചെയ്യണം. 3 മണിക്കൂർ ഇരുന്ന് ശീലിച്ചാലേ കാര്യമുള്ളൂ. അതില് കുറെ കൂടി ടൈം മാനേജ്മെന്റും കാൽക്കുലേഷൻ സ്പീഡും ഈ കെമിസ്ട്രിയിലൊക്കെ വരുമ്പോഴേക്ക് ഈ ഗുണിക്കുക ഹരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും. എന്നിട്ടാണ് അതിനെ നമ്മള് നിയറസ്റ്റ് ഇന്റിജറിലേക്ക് മാറ്റുക. അത് ചെയ്ത് തന്നെ റെഡിയാക്കി എടുക്കുക. കാൽക്കുലേറ്റർ എന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്ന് ഇടയ്ക്കൊന്ന് പറ്റിച്ചു, കാൽക്കുലേറ്റർ വന്നു പിന്നെ കൊണ്ടുപോയി. അപ്പൊ കാൽക്കുലേറ്റർ വന്നാലും എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവും തോന്നില്ല. കാരണം നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സമയം കുറച്ചും കൂടെ യൂസ് ചെയ്യുന്ന ടെൻഷൻ. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ കൈവച്ച് സോൾവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയും കാൽക്കുലേഷൻസ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസും സ്ക്വയേഴ്സും ക്യൂബ്സും പവേഴ്സ് ഓഫ് 2 3 അങ്ങനത്തെ അതിന്റെ എല്ലാ പവേഴ്സുകളും ഒക്കെ നമ്മൾ ജസ്റ്റ് ആ വാല്യൂസ് ഒക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലും ഇന്റിജർ ടൈപ്പ് വരുമ്പോൾ നല്ലതായിരിക്കും. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയം നമുക്കിവിടെ ലാഭിക്കാൻ പറ്റും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാം സെറ്റ് ആക്കി എടുക്കാം എന്നാണ് എന്റെ ഒരു. പിന്നെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ മാർക്ക് കിട്ടിയ ഇൻ കേസ് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ മാർക്ക് കുറഞ്ഞതിലെല്ലാം ഏതൊക്കെ തെറ്റി എന്നുള്ളതിൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ നെഗറ്റീവ് എന്തുകൊണ്ട് വന്നു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാഞ്ഞത്, ഞാൻ പഠിച്ച കോൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്റെ കാൽക്കുലേഷനിലാണോ മിസ്റ്റേക്ക്, അപ്പൊ എവിടെയാണോ മിസ്റ്റേക്ക് അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില സമയത്ത് നമ്മൾ വിചാരിച്ച തിയറിയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അത് ആ സമയത്ത് അതിന്റെ തിയറി കുറച്ചുകൂടി നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം. അപ്പൊ പോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ എക്സാം പേപ്പർ അനാലിസിസ് ഈസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് യുവർ റിവിഷൻ അല്ലെ? റിവിഷന്റെ മാത്രമല്ല തിയറി മാത്രം ചെയ്തില്ല. എക്സാം എഴുതുക, മാക്സിമം PYQs ചെയ്യുക, കിട്ടാത്തത് എന്താണോ എന്തുകൊണ്ടാണ് അനലൈസ് ചെയ്യുക, അതിനെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാക്കി എടുക്കാം. ഇപ്പം ഞാനിപ്പോ പറയാൻ പറഞ്ഞത് ഇനിയിപ്പോ ഇവിടെ അവസരം എന്ന് വെച്ചാൽ നമ്മുടെ LMRP മൊഡ്യൂള് ഓരോ മൊഡ്യൂളുകളായിട്ടല്ല എക്സാം നടക്കുന്നത്. അപ്പൊ ഒരു മൊഡ്യൂളിൽ ഇത്ര ചാപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. അപ്പൊ ചിലപ്പോൾ ആ മൊഡ്യൂളിലുള്ള ചില ചാപ്റ്റേഴ്സ് അവർക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളായിരിക്കാം, ചിലപ്പോൾ എളുപ്പമുള്ള ചാപ്റ്ററുകളായിരിക്കാം. അപ്പൊ ഈ എക്സാം എഴുതുമ്പോൾ ഇനി എളുപ്പമുള്ള ചാപ്റ്ററുകളുള്ള മൊഡ്യൂളാണെന്ന് വിചാരിച്ചോ, അപ്പൊ ആ മോക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അപ്പൊ അതിന് മാക്സിമം എന്ത് ചെയ്യുക, എഫർട്ട് ഇട്ട് കൊടുക്കുക. ഈ ടഫ് ആണെന്ന് വിചാരിക്കുക, അപ്പൊ അതിന് ചിലപ്പോൾ മാർക്ക് അല്പം ചിലപ്പോൾ കുറഞ്ഞെന്നും വരാം. അപ്പൊ ആ ടഫ് ആയതുകൊണ്ട് അപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിനെ നോക്കിയിട്ട് ആ കോൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഡീപ്പ് അനാലിസിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനെ നമുക്ക് സമയം കണ്ടെത്തുന്നുള്ളത് ഈസി. നമ്മുടെ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അല്ല, if there is a will there is a way എന്ന് പറയുന്ന പോലെ ഇതൊക്കെ എപ്പോ ചെയ്ത് തീർക്കും എന്നൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഒരു 2 hours എങ്കിലും 2 to 3 hours കൊടുത്താലും അത് നല്ലതിനാ. നമ്മൾ മാക്സിമം ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു അനാലിസിസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു മോക്ക് എക്സാമിനേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്ക് ജനുവരി ലാസ്റ്റ് വീക്കിൽ എന്തുമാത്രം കോൺഫിഡന്റ് ആവും നമ്മള്.
അതെ, പിന്നെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മുടെ പ്രഡിക്ഷൻ ഒക്കെ കൊടുക്കുമല്ലേ, എല്ലാ വർഷവും നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് വരാറുണ്ടെന്നാണ്. അതില് മാത്രം നമ്മൾ ഡിപെൻഡ് ചെയ്യണ്ട. അങ്ങനല്ല, അത് ഈ പ്രഡിക്ഷൻ ഒക്കെ എന്തിനാ കൊടുക്കുന്നത്, ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ഒക്കെ എനിക്ക് ഓക്കെ ആണോ, എല്ലാം ഞാൻ സേഫ് ആണോ എന്നൊരു കോൺഫിഡൻസിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളല്ല. അത് മാത്രം അത് ചെയ്യുമ്പോഴാണോ ഞാൻ ഈ പഠിച്ചതൊക്കെ എനിക്ക് റിക്കവർ ചെയ്യാൻ അല്ലാതെ ഒരു പറ്റും. ലാസ്റ്റ് ഒരു മാരത്തോൺ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് ഇത് കിട്ടുമെന്ന് അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഓക്കെ ശരി, നമുക്കൊരു ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാര്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിനുള്ള മൈൻഡ് നമ്മുടെ കുട്ടികളും അതുപോലെ പാരന്റ്സും അതിന് അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കുട്ടികളോട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്, നമ്മുടെ ആശയങ്ങളും കൂടി ഒന്ന് അവരോട് എത്തിക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമുക്കും നമ്മുടെ കുട്ടികളുടെ പറയാനുള്ളത് എവറിത്തിങ് ഈസ് ഫൈൻ അല്ലെ, ഓൾ ഈസ് വെൽ എന്നാണ്. ഓൾ ഈസ് വെൽ. പേരൻസിനോടും കൂടെ അല്ലെ, പേരൻസും ടെൻഷൻ അടിച്ചിരിക്കുന്ന പേരൻസ് ഉണ്ടാവും. മക്കളുടെ സങ്കടങ്ങൾ കാണുമ്പോൾ, മാർക്ക് പറയുമ്പോൾ അവർ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്, അയ്യോ എന്ത് ചെയ്യും എന്നുള്ള. അപ്പൊ അതിനൊന്നും ആവശ്യമില്ല. ഇതെല്ലാം എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്ര ആൾക്കാർ IIT പഠിക്കില്ലല്ലോ. അവിടെ പഠിച്ചവരെല്ലാം ഇത് നേടിയെടുത്തവരല്ലേ. അപ്പൊ നമ്മൾ എക്സാമ്പിളുകൾ നോക്കുക നമ്മുടെ മുന്നിൽ. അപ്പൊ നമ്മുടെ കുട്ടികൾ തന്നെ എത്രയോ പേര് ഇപ്പൊ IIT അവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ റെസ്പോൺസുകളും ഫീഡ്ബാക്കുകളും ഒക്കെ നമ്മള് ഓൾറെഡി അവർക്ക് അതൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ മോട്ടിവേഷൻ സ്പീക്കർ ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു എനർജി നമുക്ക് കിട്ടും. കുട്ടികൾ ഓവർ തിങ്ക് ചെയ്ത് മനസ്സമാധാനം കളയരുത്. അത് പിന്നെ ഈ മോട്ടിവേഷൻ കേൾക്കാൻ വേണ്ടി മോട്ടിവേഷൻ വീഡിയോ കേൾക്കാൻ വേണ്ടി പോയി അതിന് വീണ്ടുക. അപ്പൊ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് കുറച്ചുകൂടെ എളുപ്പം. എനിക്കൊന്നും കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയാൽ തന്നെ കാര്യങ്ങൾ സുഖമായിട്ട് നടക്കും. സോ ബി വെരി ഡിസിപ്ലിൻഡ്, മേക്ക് എ ടൈം ടേബിൾ, ഫോളോ ദി ടൈം ടേബിൾ, ഡു എ ലോട്ട് ഓഫ് മോക്ക് ടെസ്റ്റ്, ഡു PYQs, റിവൈസ് ഇറ്റ് അല്ലെ, പോസ്റ്റ് എക്സാം അനാലിസിസ്, അതിൽ വന്ന് തെറ്റുകൾ തിരുത്തുക. ഒന്ന് വീട്ടുകാരുടെ അടുത്തൊക്കെ ഒരു 5-10 മിനിറ്റ് ഇരുന്ന് റിലാക്സ് ചെയ്ത് സംസാരിക്കുക, ഒന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് നടക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടവരാണ്. ബിക്കോസ് നമ്മുടെ എയിം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ അതൊരു നാച്ചുറൽ പ്രോസസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം കുട്ടികൾ ഈ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്ത് ഒരു ലൈഫ് എൻഡിങ് ഗെയിം ആണെന്ന് ഒരിക്കലും നമ്മുടെ കുട്ടികൾ വിചാരിച്ചു പോകാൻ പാടില്ല. ശരിയാണ്, മിസ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾക്ക് phase 1 എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെല്ലാം വളരെ കോൺഫിഡന്റ് ആണെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ കുട്ടികളിലും വിശ്വാസമാണ്. സോ അപ്പം ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് എക്സാം എഴുതുക. ഈ ഡിസംബർ മാസം നല്ല സന്തോഷത്തിന്റെയും അല്ലെ ഐശ്വര്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പഠിത്തത്തിന്റെയും അങ്ങനെ കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം, എല്ലാം നിറഞ്ഞൊരു മാസമായി മാറട്ടെ. അപ്പൊ അടുത്ത മാസം എന്ന് പറയില്ല, അടുത്ത വർഷമാണ് 2026. അതൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് നമ്മൾ കരുതുക. അപ്പൊ നമ്മുടെ ഫിയർ ഓഫ് ഫെയിലിയർ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ലൈഫിൽ സക്സസ് വരാൻ പോവുകയാണെന്നുള്ള ആ കോൺഫിഡൻസോട് കൂടി എക്സാം ഹോളിലേക്ക് എല്ലാവരും പോട്ടെ അല്ലെ മിസ്സേ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ആർ ഓൾറെഡി സക്സസ്ഫുൾ. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് നമ്മുടെ കുട്ടികളെയും ഈ എക്സാമിനേഷന്റെ കൂടെ കൈപിടിച്ചുയർത്താം. സോ നമുക്കിനി ചായ കുടിച്ച് പിരിയാം. അതെ, ചായ തണുത്തു പോയി.